إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ബാധ്യതകൾ നിറവേറ്റുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തുന്നതും നമുക്ക് വീഴ്ചകൾ വരുന്നതും ഏറെ ഗൗരവത്തോടെയാണ് നമ്മളെല്ലാവരും കാണാറുള്ളത്. ബാധ്യതകൾ നിർവഹിക്കാതിരുന്നാൽ ആ ആളുകളെ നമ്മൾ ചോദ്യം ചെയ്യും. നമുക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ഒരാൾ അയാളുടെ ഡ്യൂട്ടി നിർവഹിക്കാതിരുന്നാൽ ചോദ്യം ചെയ്യും. ബാധ്യതകൾ വീഴ്ച വരുത്തുന്നതിനെ വളരെ ഗൗരവത്തോടെയാണ് നമ്മൾ കാണാറുള്ളത്. ഇപ്പം മാതാപിതാക്കളെ നോക്കുക എന്നുള്ളത് മക്കളെ ബാധ്യതയാണ്. അത് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ അങ്ങനെ ആരെങ്കിലും കണ്ടാൽ നമ്മൾ ആ മക്കളോട് ചോദിക്കും. ഭാര്യയോടും തിരിച്ചു ഭർത്താവിനോടുമൊക്കെയുള്ള കടപ്പാടുകൾ, ബാധ്യതകൾ, മക്കളോടുള്ള കടമകളൊക്കെയും നിർവഹിക്കാത്തവരെ നമ്മൾ ചോദ്യം ചെയ്യാറുണ്ട്. അത് വളരെ ഗൗരവത്തിലാണ് നമ്മൾ എടുക്കാറുള്ളത്. എന്താ മക്കളെ നോക്കാത്തതെന്ന് നമ്മൾ ചോദിക്കും. എന്താണ് ഭാര്യയോടുള്ള ബാധ്യത വീട്ടാത്തത്, ഭർത്താവിനുള്ള കടമ നിർവഹിക്കാത്തത് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. വളരെ ഗൗരവത്തിലാണ് ആ വിഷയത്തെ നമ്മൾ കാണാറുള്ളത്. എന്നാൽ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ബാധ്യത നിർവഹിക്കേണ്ടത് അവൻ്റെ റബ്ബിനോടാണ്. ഒന്നാമത്തെ ബാധ്യത അവിടെയാണ്. വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. എന്താ കാരണം? നമ്മളിന്ന് അനുഭവിക്കുന്ന എന്തൊക്കെ നിഅമത്തുണ്ടോ, നമ്മളെ ആരോഗ്യം, നമ്മളെ മക്കൾ, നമ്മളെ വീട്, നമ്മളെ കുടുംബം, നമ്മളെ സമ്പത്ത്, എല്ലാം അല്ലാഹുവിൻ്റെ നിഅമത്താണ്. ഫമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങളിൽ നിഅമത്തായിട്ട് എന്തൊക്കെയുണ്ടോ അത് മുഴുവനും അല്ലാഹുവിൽ നിന്നാണ്. അപ്പോൾ റബ്ബിനോടുള്ള ബാധ്യത നിർവഹിക്കണം. രണ്ടാമതായി, നമുക്ക് നേരായ മാർഗം കാണിച്ചു തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നമുക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ റഹ്മത്താണത്.
ആ നബിയോടുള്ള ബാധ്യതയും നമ്മൾ നിർവഹിക്കണം. അൻ നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പരിശുദ്ധ ഖുർആൻ അല്ലാഹ് പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സത്യവിശ്വാസികളായ ആളുകൾക്ക് സ്വന്തം ദേഹങ്ങളെക്കാൾ അടുത്തവനാകുന്നു എന്നാണ്. മാ മിൻ മുഅ്മിനിൻ ഇല്ലാ വ അന ഔലന്നാസി ബിഹി ഫിദ്ദുനിയ വൽ ആഖിറ. റസൂലുള്ളാഹി പറഞ്ഞു, ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും ഒരു മുഅ്മിനിനും ഞാൻ ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അടുത്തവനായിട്ടില്ല എങ്കിൽ, അങ്ങനെ ഏറ്റവും അടുത്തവൻ റസൂലുള്ളാഹി ആകുമ്പോഴാണ് അയാൾ മുഅ്മിനാവുക. എന്ന് റസൂൽ പറഞ്ഞു, ഇഖ്റഉ ഇൻ ശിഅ്തും, നിങ്ങൾ ഈ ആയത്ത് ഓതുക, അൻ നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന ഫി അൻഫുസിഹിം എന്ന ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സത്യവിശ്വാസികളോടുള്ള ബന്ധം അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളോടുള്ള ബന്ധം എങ്ങനെയാണ്? ഞാൻ ഓതി വെച്ച ആയത്ത്, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വന്ന റസൂലുണ്ടല്ലോ, ഹരി അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത റസൂലാണ്. ഒരു സത്യവിശ്വാസിക്ക് എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് വരുന്നത് റസൂലുള്ളാഹിക്ക് സഹിക്കാൻ കഴിയില്ല. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും, നിങ്ങളെ കാര്യത്തിൽ അത്യാഗ്രഹമുള്ള, അതീവ താല്പര്യമുള്ള തൽപരനാണ് ആ റസൂലുള്ളാഹ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളോട് അത്യന്തം ദയാലുവും കാരുണ്യവാനുമാണ് അദ്ദേഹം. റസൂലുള്ളാഹിനെ കുറിച്ചാണ് ഈ ആയത്ത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും നമ്മളും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. എന്താണ് ഈ ബന്ധത്തിൻ്റെ മാനദണ്ഡം? ദുനിയാവിലെ കഷ്ടപ്പാടും ദുനിയാവിലെ പ്രയാസങ്ങളും മാത്രമാണോ? അല്ല. ഒരു സത്യവിശ്വാസിക്ക് ഏറ്റവും വലിയ പ്രയാസം വരാനിരിക്കുന്നത് മരണത്തിന് ശേഷമാണ്. അവിടെ നമ്മളാരും പ്രയാസപ്പെട്ടുകൂടാ, നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കൂടാ, സ്വർഗം നമുക്കാർക്കും നഷ്ടപ്പെട്ടുകൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളും തമ്മിലുള്ള ബന്ധതാണ്. അതുകൊണ്ട് ഇന്നഹു ലൈസ ശൈഉൻ യുഖർരിബുക്കും ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ഒരു കാര്യവും റസൂൽ പഠിപ്പിക്കാതെ പോയില്ല. ഇല്ലാ വഖദ് അമർത്തുക്കും ബിഹി, അത് റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നു, കൽപ്പിച്ചു തന്നു. വലൈസ ശൈഉൻ യുഖർരിബുക്കും ഇലന്നാർ, ഒരാളും നരകത്തിൻ്റെ വക്കിലേക്ക് എത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ചും റസൂൽ നമുക്ക് പറഞ്ഞു തരാതെ ആ കാര്യം നരകത്തിലേക്ക് എത്തും കേട്ടോ, ഇല്ലാ വഖദ് നഹയ്തുക്കും അൻഹു, ആ കാര്യം നിരോധിക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കഴിഞ്ഞു പോയിട്ടുമില്ല. അതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം. സ്വർഗം നമുക്ക് കിട്ടണോ, അതിനാവശ്യമായതൊക്കെ പറഞ്ഞു തന്നു. മാ ബഖിയ ശൈഉൻ യുഖർരിബു മിനൽ ജന്ന, ഒന്നും ബാക്കിയാക്കിയില്ല. ഒരാൾ സ്വർഗത്തിലേക്ക് എത്താൻ ആവശ്യമായ കാര്യങ്ങൾ ഒന്നും റസൂൽ ബാക്കിയാക്കിയിട്ടില്ല. വയുബാഇദു മിനന്നാരി ഇല്ലാ വഖദ് ബുയ്യിന ലക്കും, നരകത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി വിശദീകരിച്ചു തരാതെയും പോയിട്ടില്ല. നമ്മളെ സ്വഭാവം, നമ്മളെ പെരുമാറ്റം, നമ്മുടെ ഇടപാട്, നമ്മളെ സാമ്പത്തിക കാര്യങ്ങൾ, നമ്മളെ കുടുംബജീവിതം, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലൊക്കെയുള്ള ചെറിയ 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 കാര്യങ്ങൾ വരെ ഇത് നരകത്തിലേക്ക് എത്തും കേട്ടോ എന്ന് പറഞ്ഞ് നമ്മളെ ബോധവൽക്കരിക്കാതെ പറഞ്ഞു തരാതെ കഴിഞ്ഞു പോയിട്ടില്ല. സ്വർഗത്തിലേക്ക് എത്തുന്ന ഏതൊരു ചെറിയ കാര്യവും നമുക്ക് പറഞ്ഞു തരാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കഴിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത അല്ലാഹ് റസൂലിനോടുണ്ട്. ഇന്ന് റബീഉൽ അവ്വൽ മാസം 1 പിറന്ന ദിവസമാണ്. നമ്മളെ നാട്ടിൽ പലരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യത നിർവഹിക്കുന്നു എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന പല കോപ്രായങ്ങളും പല പ്രവർത്തനങ്ങളും സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതാണ്, കാണിച്ചു തരാത്തതാണ്, മാതൃകയില്ലാത്തതാണ്. ഒരു സത്യവിശ്വാസിയായ മനുഷ്യന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് ആരാണ് പഠിപ്പിച്ചു തരേണ്ടത്? ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ ആയത്തും ഹദീസുമാണ്. റസൂൽ ആരാണ്, നമ്മളും റസൂലും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ പഠിപ്പിച്ചു തന്നത് ആരാണ്? അള്ളാഹും റസൂലുമാണ്. വഹീലിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലേ? നമുക്കൊരാൾക്കാണ്ട് തോന്നുകയാണ് ഒരു പുതിയ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യത എന്താണെന്ന് നമുക്ക് പഠിപ്പിച്ച് തരുന്നത് അള്ളാഹു തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് പഠിപ്പിച്ചു തരുന്നത് എന്താണ് ബാധ്യത എന്ന്. അതറിയണ്ടേ? അതറിയണം, അത് പഠിക്കണം. അത് പഠിക്കാതെ പോയതാണ് ആ പേരിൽ പല
അബദ്ധങ്ങളും മുസ്ലിമിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ കാരണമായത്. നരകത്തിലേക്ക് എത്തുന്ന പല കാര്യങ്ങളും റസൂലുള്ള വഫാത്താകുന്നത് വരെ ചെയ്യാത്ത, സഹാബത്ത് അനുഷ്ഠിക്കാത്ത പല കാര്യങ്ങളും ഈ ദീനിൻ്റെ പേരിൽ കടന്നുകൂടിയത് അതുകൊണ്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാധ്യത? നമ്മളത് പഠിക്കണം. ഒന്ന്, അത് അള്ളയും റസൂലും തന്നെ പഠിപ്പിച്ചു തരിക. നബിയോട് എന്തൊക്കെ ബാധ്യത ഉണ്ട് അത് നമ്മൾ അറിയണം. ഒന്നാമത്തെ ബാധ്യത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ശരിയായി വിശ്വസിക്കുക എന്നുള്ളതാണ്. വിശ്വസിക്കുക എന്നല്ല കേട്ടോ, ശരിയായ രൂപത്തിൽ വിശ്വസിക്കുക. എങ്ങനെ വിശ്വസിക്കണമെന്ന് പറഞ്ഞോ അങ്ങനെ വിശ്വസിക്കുക. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. എന്താണത്? റസൂലുള്ളയാണ് മുഹമ്മദ് നബി. എന്താ റസൂലുള്ള? അള്ളാഹിൻ്റെ റിസാലത്തുള്ള വ്യക്തി. എന്താ റിസാലത്ത്? അള്ളാഹ് പറഞ്ഞ സന്ദേശം. എന്താ അതിൻ്റെ പ്രത്യേകത? ഒന്നും കൂട്ടാതെ കുറക്കാതെ പറഞ്ഞു തരിക. അതാണ് റസൂലുള്ള. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് കലിമൻ്റെ അർത്ഥം എന്താ? ഷഹാദത്ത് കലിമയുടെ അർത്ഥം പോലും അറിയാത്ത മുസ്ലിമാണ് ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് മുഹമ്മദ് റസൂലുള്ള? മുഹമ്മദ് നബി അള്ളാഹിൻ്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എൻ്റെ കർമ്മമാണ്, എൻ്റെ പ്രവർത്തനമാണ്, എൻ്റെ ജീവിതമാണ്. എവിടെ എണ്ണിയത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എണ്ണിയത് ഇസ്ലാം കാര്യങ്ങളിലാണ്. ഇസ്ലാം കാര്യങ്ങളിൽ 1, 2 നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിൽപ്പെട്ട ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാ ചെയ്യണം. 5 നേരം നിസ്കാരം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മുസ്ലിം ആവുമോ? മുഅ്മിനാവുമോ? 5 നേരം നിസ്കാരം അല്ലാഹ് കൽപ്പിച്ചിട്ടുണ്ട്. വിശ്വാസം ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ ചെയ്തിട്ടില്ലെങ്കിലോ എന്താ അവൻ്റെ വിധി? സക്കാത്ത് കൊടുക്കണം, അതൊക്കെ നല്ല കാര്യമാണ്. കൊടുത്തിട്ടില്ലെങ്കിലോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ചെയ്യണം എന്നാ. അതെങ്ങനെ ചെയ്യൽ? നിസ്കരിക്കൽ എങ്ങനെയെന്ന് അറിയാം, സക്കാത്ത് കൊടുക്കൽ എങ്ങനെയെന്ന് അറിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എങ്ങനെ ചെയ്യൽ? അതാണ് അഷ്ഹദു എന്ന വാക്കതിൻ്റെ മുന്നിൽ വന്നത്. എൻ്റെ ജീവിതം സാക്ഷിയാണ്. മുഹമ്മദ് നബി റസൂലാണ് എന്നതിന് എൻ്റെ ജീവിതം സാക്ഷിയാണ്. അബ്ദുള്ള ആമിന ദമ്പതികളുടെ മകനാണ്, അതിലൊന്നും തർക്കമില്ല, സംശയമില്ല. ജനിച്ച കാലം ഇതിലൊന്നും തർക്കമില്ല, സമയം അതിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അതൊന്നുമല്ല. പിന്നെ 40 വയസ്സ് മുതൽ, ശ്രദ്ധിക്കണം, 40 വയസ്സ് മുതൽ 63 വയസ്സ് വരെ അല്ലാഹു തആല കൊടുത്ത വഹിയുണ്ട്. അതാണ് റിസാലത്ത്. ആ റിസാലത്തുള്ള ആളാണ് റസൂല്. മുഹമ്മദ് നബി റസൂലാണ്, അള്ളാഹിൻ്റെ റസൂലാണ്. 23 കൊല്ലത്തെ റിസാലത്ത് അള്ളാഹ് പറഞ്ഞ പോലെ കൂട്ടാതെ കുറക്കാതെ ഞങ്ങൾക്ക് എത്തിച്ചു തന്നു എന്നതിന് എൻ്റെ ജീവിതം സാക്ഷിയാണ്. അപ്പോഴാണ് മുഹമ്മദ് നബി റസൂലാകുക. മുഹമ്മദ് നബി റസൂലാകലപ്പോഴാ റിസാലത്തിൽ ഒന്നും കൂട്ടിയിട്ടില്ല, കുറച്ചിട്ടില്ല. അതിന് എൻ്റെ ജീവിതം സാക്ഷിയാണ്. സാക്ഷിയാണോ? റസൂൽ ചെയ്യാത്തൊരു കാര്യം ചെയ്താൽ പിന്നെ ഇതെങ്ങനെ സാക്ഷിയാകുക? ഈ പറഞ്ഞതിന് എങ്ങനെ സത്യസന്ധമാകുക? അതിന് ജീവിതം എങ്ങനെ സാക്ഷിയാകുക നബി ചെയ്യാത്ത കാര്യം ചെയ്താൽ? അപ്പം നബി ചെയ്യാത്തൊരു കാര്യം നമ്മളെ വക ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? എന്താ മേലെ പറഞ്ഞത്? സ്വർഗം കിട്ടണോ? റസൂൽ ഒക്കെ പറഞ്ഞു തന്നു. നരകത്തെ രക്ഷപ്പെടണോ? മുഴുവൻ കാര്യങ്ങളും റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നും പറഞ്ഞു തരാതെ പോയിട്ടില്ല. അപ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഇതാണ് ഒന്നാമത്തെ ബാധ്യത. നബിനോടുള്ള ഒന്നാമത്തെ ബാധ്യത അതാണ്. അതിന് ജീവിതം സാക്ഷിയായിരിക്കണം. ആ ബാധ്യത നിർവഹിച്ചിട്ടില്ലെങ്കിൽ പരലോകത്ത് മറുപടി പറയണം. മാതാപിതാക്കളോടുള്ള ബാധ്യത നിർവഹിക്കാത്തവൻ്റെ പരലോകത്തെ അവസ്ഥ എന്താ? എങ്കിൽ ആ മാതാപിതാക്കളെക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ട അള്ളാഹിൻ്റെ റസൂലിനോടുള്ള ബാധ്യത നിർവഹിക്കാത്തവൻ്റെ പരലോകത്തെ അവസ്ഥ എന്തായിരിക്കും? ഒന്നാമത്തെ ബാധ്യത അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഫആമിനു ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കേണ്ട വിധം വിശ്വസിക്കണം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വആമിനു ബിറസൂലിഹി. ഖുർആൻ അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു പോവുകയാണ്. രണ്ടാമത്തെ ബാധ്യത കൽപ്പനകൾ സ്വീകരിച്ചനുസരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യം റിസാലത്തിന് ജീവിതം സാക്ഷിയാകുക. വേർതിരിച്ച് മനസ്സിലാക്കി വെക്കണം. ഇത് ഖുർആനിൻ്റെ ഇൽമാ പറയണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാധ്യത എന്ത്? ഒന്ന്, റസൂലിൻ്റെ റിസാലത്തിന് നമ്മളെ ജീവിതം സാക്ഷിയാകണം. 2, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന കൽപ്പനകൾ, അതിലെ നന്മകൾ സ്വീകരിക്കണം, തിന്മകൾ വെടിയുകയും ചെയ്യണം. വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു. കൽപ്പിച്ചത് എടുക്കുക, വിരോധിച്ചത് ഒഴിവാക്കണം. വത്തഖുല്ലാഹ, അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്.
ഇതാണ് രണ്ടാമത്തെ ബാധ്യത. മൂന്നാമത്തെ ബാധ്യത, റസൂലുള്ളയോട് അനുസരണക്കേട് കാണിക്കുന്നത് സൂക്ഷിക്കണം, കാണിക്കാതിരിക്കുക. നബിയുടെ ഒരു കൽപ്പനയെ അംഗീകരിക്കാതെ അനുസരിക്കാതിരിക്കുന്ന ജാഗ്രത പാലിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വറസൂല വലാ തവല്ലൗ അൻഹു വഅൻതും തസ്മഊൻ. നിങ്ങൾ ഈ കാര്യം കേട്ടുകൊണ്ടിരിക്കെ നിങ്ങൾ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം അനുസരിക്കാതിരിക്കരുത്. അള്ളാഹുവിനെയും റസൂലിനെയും കൃത്യമായും നിങ്ങൾ അനുസരിക്കണം. വമൻ യഅസില്ലാഹ വറസൂലഹു, അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും ആരനുസരണക്കേട് കാണിക്കുന്നുവോ, വയതഅദ്ദ ഹുദൂദഹു, അള്ള വെച്ച പരിധിയെ ആര് വിട്ടുകിടക്കുന്നുവോ, യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫീഹാ, സ്ഥിരമായ നരകത്തിൽ അവൻ പ്രവേശിക്കും. വലഹു അദാബും മുഹീൻ, അപമാനകരമായ ശിക്ഷയും അവനുണ്ടായിരിക്കും. അപ്പോൾ മൂന്നാമത്തെ ബാധ്യത അനുസരണക്കേടിനെ സൂക്ഷിക്കണം. റസൂലുള്ള പറഞ്ഞ കാര്യം അത് ധിക്കരിക്കുക എന്നുള്ളത് ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ ഇഹലോകത്തുണ്ടാകും പരലോകത്തുണ്ടാകും. ചിലപ്പം പരലോകത്ത് എന്തായിരുന്നാലും ഉണ്ടെന്നുള്ള പറഞ്ഞു, ചിലപ്പോൾ ഇഹലോകത്തും കിട്ടും. അതിനൊരു ഉദാഹരണമാണ് ഇമാം മുസ്ലിം റിപ്പോർട്ടിൽ ഹദീസ് കാണാം. അന്ന റജുലൻ കാന യൗക്കുൽ ഇൻദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബിശിമാലി, നബിൻ്റെ അടുക്കൽ കുറേ സഹാബികളൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഒരാൾ ഇടത് കൈ കൊണ്ടാണ് തിന്നണത്. റസൂല പറഞ്ഞിട്ടുണ്ട് ഇടത് കൈ കൊണ്ട് തിന്നാൻ പാടില്ല. ലാ യഅ്കുലന്ന വലാ യശ്റബന്ന, ഇടത് കൈ കൊണ്ട് കുടിക്കരുത് തിന്നരുത് നല്ല കൽപ്പന കേട്ടാ. ഒരിക്കലും തിന്നാനും കുടിക്കാനും പാടില്ല എന്നാ. കാരണം ഫഇന്ന ശൈത്താൻ യഅ്കുലു ബിശിമാലി, കാരണം അത് ശൈത്താനാണ് ഇടതുകൊണ്ട് തിന്നലും കുടിക്കലും. ഒരിക്കലും നിങ്ങൾ ഇടത് കൈ കൊണ്ട് തിന്നാനോ കുടിക്കാനോ പാടില്ല, ഒരിക്കലും ചെയ്യരുതെന്ന. ലാ യഅ്കുലന്ന, ആ വാക്ക് നമ്മൾ പഠിക്കണം. ഒരു കാരണവശാലും നമ്മളെ ആൾക്കാർ ചിലപ്പോൾ കല്യാണത്തിന് വരെ പോയാൽ നമ്മൾ ഉപയോഗിച്ചൊരു ഗ്ലാസ് ഡിസ്പോസിബിൾ ഗ്ലാസ് ആണെങ്കിൽ പോലും അതുവരെ ഇടത്തെ കൈ കൊണ്ട് കുടിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർ താങ്ങിയിട്ട് കുടിക്കും. എന്താണ് ഈ താക്കം? നബിൻ്റെ കൽപ്പനയാണ്. അങ്ങനെ ഒരിക്കൽ നബി ഇത് പഠിപ്പിച്ചിട്ടുണ്ട് സ്വഹാബത്തിനെ. ഒരിക്കൽ നബിൻ്റെ മുന്നിലിരുന്ന് ഒരാൾ, ചില ആൾക്കാർ അങ്ങനെ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഇടത് കൈ കൊണ്ട് ആരെങ്കിലും തിന്നണതോ കുടിക്കണതോ കണ്ടാലേ എടോ വലുതുകൊണ്ട് കുടിക്കുന്നു പറഞ്ഞാൽ ഓനൊരു നോട്ടം നോക്കും, പറയണത് ഇഷ്ടപ്പെടില്ല ചില ആൾക്കാർ. നബിൻ്റെ മുന്നിൽ ഇരുന്ന് ഒരാൾ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഫഖാല ലഹു നബിയു, അപ്പം നബി അയാളോട് പറഞ്ഞോ, കുൽ ബി യമീനിക്, വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക. ഉടനെ അയാൾ പറഞ്ഞു ലാ അസ്തത്യ, പറ്റൂലാർന്നു, ചെയ്യൂലാർന്നു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലസ്തതഅത മാ മനഅ ഇല്ലൽ കിബർ, നിൻ്റെ കൈ വലത്തെ കൈ, നീ ഇടത്ത് കൈ കൊണ്ട് കുടിക്കണത് വലത്തെ കൈ കൊണ്ട് കുടിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, നിന്നെ തടയുന്ന കാര്യം കിബറാണ്, അഹങ്കാരമാണ്. നിന്നെ തടയുന്ന കാര്യം കിബറാണ്. മനസ്സിലാക്കണം. ഇടത് കൈ കൊണ്ട് കുടിക്കുന്നത്, ഇടത് കൈ കൊണ്ടേ ഞാൻ കുടിക്കുള്ളൂ എന്നൊരാൾ പറയുകയാണെങ്കിൽ ഭക്ഷിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അത് കിബറാണ്. റസൂലുള്ള പറഞ്ഞു നിന്നെ തടയുന്ന കാര്യം കിബർ മാത്രമാണ്. അതിൻ്റെ ഹദീസിൻ്റെ ബാക്കി എന്താ അറിയോ? ഫമാ റഫഅഹ ഇലാ ഫീഹി, ആ മനുഷ്യൻ്റെ കൈ പിന്നീട് അദ്ദേഹത്തിൻ്റെ വായിലേക്ക് ഉയർന്നിട്ടില്ല എന്നാ. നബിൻ്റെ മുന്നിൽ ധിക്കാരം പറഞ്ഞ, വലത് കൈ കൊണ്ട് ഭക്ഷിക്കണം എന്ന് പറയുമ്പോൾ വലത് കൈ കൊണ്ട് ഞാൻ ഭക്ഷിക്കില്ല എന്ന് പറഞ്ഞ ആ മനുഷ്യൻ്റെ കൈ പിന്നീട് അവൻ്റെ വായിലേക്ക് ഉയർത്താൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. റവാഹു ഇമാം മുസ്ലിം, മുസ്ലിമിൻ്റെ ഹദീസാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ ധിക്കരിച്ചാൽ, റസൂൽ തൻ്റെ കൽപ്പനകൾ ധിക്കരിച്ചാൽ ദുനിയാവിൽ തന്നെ നമുക്കതിൻ്റെ പാഠമുണ്ടാകും. അപ്പോൾ റസൂലുള്ളാഹിയുടെ ബാധ്യതകൾ കൃത്യമായി അനുസരിക്കണം. അനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാൽ മൻ അതാഅനി ഫഖദ് അതാഅ അല്ലാഹ്, എന്നെ അനുസരിച്ചാൽ അവൻ അള്ളാഹിനെയാണ് അനുസരിച്ചത്. വമൻ അസാനി ഫഖദ് അസല്ലാഹ്, എന്നെ ഒരാൾ ധിക്കരിച്ചാൽ അവൻ അള്ളാഹുവിനെയാണ് ധിക്കരിച്ചത്. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എൻ്റെ ഉമ്മത്തിങ്ങളെല്ലാവരും സ്വർഗത്തിൽ കടക്കും. ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവനൊഴികെ. ഖാലു, അവർ ചോദിച്ചു യാ റസൂലല്ലാഹ് വമൻ യഅബ, ആരാണ് അല്ലാഹുവിൻ്റെ റസൂലെ താങ്കൾ നിഷേധിച്ചത്? മൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചാൽ അവൻ സ്വർഗത്തിൽ കടക്കും. വമൻ അസാനി ഫഖദ് അബാ, എന്നെ ധിക്കരിച്ചാൽ, എൻ്റെ കൽപ്പനകളെ ധിക്കരിച്ചാൽ അവനാണ് എന്നോട് അനുസരണക്കേട് കാണിച്ചത്. വളരെയധികം സൂക്ഷിക്കണം. സ്വഹാബത്ത് പേടിച്ചു, ഭയപ്പെട്ടു. അവർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഭയത്തോടെ അവർ കണ്ടു. എത്രമാത്രം എന്നറിയാം, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഒരു സഹാബിയുടെ കയ്യിൽ ഒരു സ്വർണത്തിൻ്റെ മോതിരം കാണുകയാണ്. സ്വർണത്തിൻ്റെ മോതിരം ആണിന് പറ്റൂല, ആണിന് ഹറാമാ.
ആണിന് ഹറാമാണ്, അപ്പോൾ ആൺകുട്ടിയേക്കും ഹറാമാ. കുട്ടികളല്ലേ എന്ന് പറഞ്ഞ് ചില ആൾക്കാർ സ്വർണം, ചെറിയ ആൺകുട്ടിയേക്ക് സ്വർണം കെട്ടിക്കൊടുക്കും, കാലിൽ സ്വർണത്തിൻ്റെ തണ്ടിട്ട് കൊടുക്കും. ആ കുട്ടിക്ക് അത് ചെയ്യുന്നതിലൂടെ ആ വാപ്പയും ഉമ്മയും നരകാണ് വാങ്ങണത്. നിസ്സാര കാര്യമല്ല, ഗൗരവമുള്ള കാര്യമാണ്, ചെയ്യാൻ പാടില്ല. സ്വർണം പാടില്ല. ആ വിഷയത്തിൻ്റെ ഗൗരവം എത്ര മാത്രം എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സഹാബിൻ്റെ കയ്യിൽ സ്വർണത്തിൻ്റെ മോതിരം കാണാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹി ആകെ, കാരണം എന്താണെന്നറിയോ? റസൂലുള്ളാഹിക്ക് അത്രയും, കാരണം നരകത്തിലേക്ക് എത്തുന്ന പണിയാണ്. റസൂലുള്ളാഹിൻ്റെ മുന്നിൽ ഒരാൾ നരകം കിട്ടുന്നൊരു കാര്യം ചെയ്താൽ റസൂലുള്ളാഹിക്ക് അത് സഹിക്കാൻ കഴിയില്ല. നേരത്തെ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിച്ച വിഷയം, ഭക്ഷണം കഴിച്ച വിഷയം പറഞ്ഞ പോലെ, സ്വർണ്ണാഭരണം, സ്വർണത്തിനൊരു മോതിരം കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹിക്കാൻ കഴിഞ്ഞില്ല. ഫനസഅഹു, നബി അതിൻ്റെ കയ്യിൽ നിന്ന് ഊരിയെടുത്തിട്ട് ഫത്തുറഹ, നബി അതിന് വലിച്ചെറിഞ്ഞു, ഊരിയിട്ട് വലിച്ചെറിഞ്ഞു റസൂല്. ഫഖാല, എന്നിട്ട് ചോദിച്ചു, അയ അഹ്മദു അഹദുക്കും ഇലാ ജംറത്തിൻ മിൻ നാരിൻ ഫയജ്അലുഹാ ഫീ യദി, നരകത്തിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ട് കയ്യിൽ വെച്ച് കെട്ടി നടക്കുകയാണോ? നരകാഗ്നി കയ്യിലും വെച്ച് നടക്കാനാണോ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ആ സ്വർണ്ണമോതിരം നബി വലിച്ചങ്ങോട്ട് എറിഞ്ഞു. ഇത് സ്വഹാബികളൊക്കെ ഇങ്ങനെ കണ്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പോയതിന് ശേഷം ഒരാൾ പറഞ്ഞു, ഫഖീൽ അലി റജുലി ബഅദമാ ദഹബ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയതിന് ശേഷം ഒരാൾ പറഞ്ഞു, ഖുദ് ഹാത്തിമക്ക ഫൻതഫാബി, നബി പോയി, ഏതായിരുന്നു സ്വർണ്ണത്തിൻ്റെ മോതിരല്ലേ, ഇടണ്ട, അത് എടുത്തിട്ട് ഫൻതഫാബി, അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം എനിക്ക് ഉണ്ടാകില്ല, സ്വർണ്ണത്തിൻ്റെ മോതിരല്ലേ. ഖാല, ആ സ്വഹാബി പറഞ്ഞു, ലാ വല്ലാഹി ആഖുദഹു അബദ ഫഖദ് തറഹു റസൂലുള്ളാഹ്, അള്ളാഹിൻ്റെ റസൂലാണ് അത് ഊരി വലിച്ചെറിഞ്ഞത്, ഇനി ഒരിക്കലും അള്ളാഹുവിൻ്റെ റസൂൽ ഷറഫാക്കിയ കൈകൊണ്ട് ഊരി വലിച്ചെറിഞ്ഞ സാധനം ഞാൻ ഒരിക്കലും എടുക്കുകയില്ല എന്ന് അദ്ദേഹം മറുപടി കൊടുത്തു. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വഹാബത്ത് എത്രമാത്രം റസൂലുള്ളാഹിൻ്റെ ചര്യയെ, റസൂലുള്ളാഹിൻ്റെ കൽപ്പനകൾ അംഗീകരിച്ചു, അനുസരിച്ചു എന്നതാണ്. അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. റസൂൽ ചെയ്യാത്ത കാര്യം ചെയ്യലല്ല, റസൂൽ പഠിപ്പിക്കാത്ത കാര്യം ചെയ്യലല്ല, അത് സ്നേഹമല്ല സഹോദരങ്ങളെ, ധിക്കാരമാണ്. സ്നേഹത്തിൻ്റെ പേരിൽ ധിക്കാരത്തിലേക്ക്, അനുസരണക്കേടിലേക്ക് എത്തുന്നതിനെ ജാഗ്രതയോടെ എടുക്കുക. റസൂലുള്ളാഹിയോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ് ഒരു മുസ്ലിമായി എനിക്കുള്ളത് എന്ന് കൃത്യമായി ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അത് വായിച്ചറിഞ്ഞ് കേട്ട് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ ബാധ്യത, ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയിൽ നാലാമത്തെ ബാധ്യത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കൊണ്ടുവന്നതിനെ സത്യപ്പെടുത്തുക എന്നതാണ്. സത്യപ്പെടുത്തുക എന്ന് പറയുന്നതും വിശ്വസിക്കുക എന്ന് പറഞ്ഞതും തമ്മിൽ ചില വ്യത്യാസമുണ്ട്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കൊണ്ടുവന്ന കാര്യം അള്ളാഹിൻ്റെ റസൂലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യപ്പെടുത്തുക എന്ന് പറയുമ്പം ഒരല്പം കൂടി അങ്ങോട്ട് ഈ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നതാണ് സത്യപ്പെടുത്തൽ. വിശ്വാസത്തെ ശക്തിപ്പെടുത്താനാണ് സത്യപ്പെടുത്തുക. എന്താ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരാളെക്കുറിച്ച് കേട്ടാൽ, നമ്മളൊരു കല്യാണം ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ചികിത്സയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ കുറേ ചികിത്സിച്ചപ്പോൾ ഒരാൾ പറയാണ് നല്ലൊരു ഡോക്ടറുണ്ട്, അപ്പോൾ നമ്മൾ അതന്നെയാണോ കുറേ പൈസ കൊണ്ടുപോയി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ബന്ധം ചേരുകയാണ്, നമ്മൾ ചെന്ന് പെടുമോ, നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ആൾക്കാരോടൊക്കെ അന്വേഷിച്ചിട്ട് ആ വിഷയം ശരിക്കണ്ട് പഠിക്കും, ആ വ്യക്തിനെ പറ്റിയാണ്ട് പഠിക്കും, എന്നിട്ട് ആ പഠിച്ച ഒരാളാണ് സത്യപ്പെടുത്തുക. അപ്പോഴാണ് സത്യപ്പെടുത്തൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പഠിക്കണം, സുന്നത്തിനെ പഠിക്കണം, എന്നിട്ടത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ആമിനു ബില്ലാഹി വ റസൂലിഹി വന്നൂരില്ലദി അൻസൽനാ, റസൂലിൻ്റെ കൂടെ ഇറക്കിയ നൂറിനെ, ആ നൂറിൽ വിശ്വസിക്കണം. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. എന്താണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീ യൂഹ, റസൂൽ വഹിയല്ലാത്ത ഒന്നും പറയില്ല. അതുകൊണ്ട് കൃത്യമായി അത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് സത്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അഞ്ചാമത്തെ കാര്യം, എല്ലാ കാര്യത്തിലും നബിയെ മാതൃകയാക്കുക എന്നുള്ളതാണ്. ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൻ്റെ ഏത് കാര്യത്തിലും, കല്യാണവും സൽക്കാരവും ഒക്കെ നമ്മളത് മാറ്റിവെച്ച് വേറെ കുറച്ച് കാര്യം മാത്രം, നിസ്കാരം നോമ്പൊക്കെ ഉണ്ട്, കച്ചവടം ബിസിനസ്സും ഇടപാടും സാമ്പത്തിക ഇടപാടൊക്കെ വേറെ രൂപത്തിൽ, അങ്ങനെയില്ല. അത് റസൂലുള്ളാഹിയെ ധിക്കരിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൊണ്ടുവന്ന മുഴുവൻ കാര്യത്തെയും നമ്മൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. അത് മാതൃകയാണ്. ആ മാതൃക നമ്മൾ പിൻപറ്റണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കതീറ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ടോ? ഇതൊക്കെ പരലോകമുണ്ട്, സ്വർഗവും നരകമൊക്കെ സത്യമാണെന്നുള്ള വിശ്വാസം ഉണ്ടോ? ഉണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ എല്ലാ കാര്യത്തിലും മാതൃകയാക്കണം. വത്തബിഊഹു ലഅല്ലക്കും തഹ്തദൂൻ. നബിയെ നിങ്ങളെ പിൻപറ്റണം. അങ്ങനെ പിൻപറ്റിയാൽ നിങ്ങൾ സന്മാർഗത്തിലായിരിക്കും എല്ലാ വിഷയത്തിലും. മൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. അത് റസൂലുള്ളാഹിയുടെ സുന്നത്ത്, അതായിരിക്കണം കൊണ്ടുവരണം. അതിനപ്പുറത്ത് എന്താഗ്രഹിച്ചോ എന്നിൽപ്പെട്ടവനല്ല. അപ്പോൾ മാതൃക കൃത്യമായിട്ടുണ്ട്, അത് കൃത്യമായി പഠിക്കുക, പിൻപറ്റുക. ആറാമത്തെ ബാധ്യത, മതവിധികൾ തേടുക. മതത്തിൻ്റെ ഒരു വിഷയം ഉണ്ടെങ്കിൽ ആ മതത്തിൻ്റെ വിധി എന്താണ് എന്ന്, നബിൻ്റെ സുന്നത്ത് അതിലെന്താണ്, ഹദീസ് അതിലുണ്ടോ, ആയത്തുണ്ടോ, അതിലെ വിധി എന്താണ് എന്ന് കൃത്യമായി അറിയണം. എന്നിട്ടത് കണ്ടെത്തിയാൽ പിന്നെ നമുക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല, പിന്നെ നമുക്ക് വെറുപ്പുണ്ടാകാൻ പാടില്ല, തൃപ്തിയോടെ സ്വീകരിക്കണം. നമ്മൾ എല്ലാ കാര്യം ചോദിച്ച് പഠിക്കുന്ന ആൾക്കാരാണ്. എല്ലാ കാര്യം, ദുനിയാവിൻ്റെ ഏത് കാര്യം, ഗ്യാസിന് ഇപ്പതാ അതിൻ്റെ സബ്സിഡി പോകും, അതുകൊണ്ട് മെസ്റ്ററിങ് ചെയ്യണം, അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ളോടത്ത് പോയിട്ട് റേഷൻ കാർഡ് ഇട്ട് ഇതൊക്കെ പോയി ചോദിച്ച് പഠിക്കുക. എന്താ കാരണം? കുറച്ച് പൈസ അധികം കൊടുക്കേണ്ടി വരും. എവിടെയാണ് ദുനിയാവിൻ്റെ ഏത് കാര്യം എവിടെ ഉണ്ടോ അതൊക്കെ ചോദിച്ചന്വേഷിച്ച് നമ്മൾ പഠിക്കും. അവിടെ നമുക്ക് ക്ഷീണം പ്രശ്നമല്ല, പ്രായവും പ്രശ്നമല്ല, നമുക്ക് ഒരു കാര്യം പ്രശ്നമല്ല. എങ്കിൽ മതം പഠിക്കുന്നിടത്ത് എവിടേക്കാണ് വരേണ്ടത്? എവിടുന്ന് അത് കിട്ടുക? അന്വേഷിച്ച് പഠിക്കാൻ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ നമ്മളെ മഹല്ലിലുണ്ട്, നമ്മളെ തൊട്ടടുത്ത സ്ഥലത്തൊക്കെ അമ്പാടുണ്ട് ഖുർആൻ ഹദീസ് പഠിപ്പിക്കുന്ന സ്ഥലം. അവിടേക്കൊന്നും വരാൻ നമുക്ക് ആർക്കും സമയമില്ല, നേരമില്ല. നമ്മൾ തോന്നിയമാതിരി നടക്കുക. വെള്ളിയാഴ്ച ഒരു ഖുതുബ കേട്ടാൽ ഈമാൻ പൂർണ്ണമായി എന്ന് ആരും വിചാരിക്കണ്ട. വെള്ളിയാഴ്ച ഒരു ഖുതുബ കേട്ടാൽ ഇത് പൂർത്തിയാകുന്ന ആരും കരുതണ്ട. ദീന് പഠിക്കണം, അന്വേഷിക്കണം, ഉള്ളിടത്ത് വന്ന് കണ്ടെത്താൻ ശ്രദ്ധിക്കണം. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ റോട്ടുമേക്ക് ഇറങ്ങിയാൽ കാണാം. സമൂഹത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. എല്ലാവരുടെ പേരും മുസ്ലിം എന്നാണ്, മുസ്ലിമീങ്ങൾക്കിടയിലുള്ള കാര്യമാണ് പറഞ്ഞത് അല്ലേ. പക്ഷേ നമ്മൾ ഉറപ്പിക്കണം ഞാനൊരു യഥാർത്ഥ മുസ്ലിമാണെന്ന്. കാരണം മുസ്ലിമായി മരിപ്പിക്കണം പഠിച്ചോനെന്ന് ദ്വാരക്കണമല്ല. നമ്മൾ മുസ്ലിമായി നടക്കുമ്പോഴേ മുസ്ലിമായിട്ട് മരിക്കുള്ളൂ. നടത്തത്തിനിടെ ജീവിക്കുന്നതിനിടക്കുള്ള മരണം വരിക. മുസ്ലിമായിട്ട് നടക്കണം, അപ്പോഴേ മുസ്ലിമായിട്ട് മരിക്കാൻ കഴിയുള്ളൂ. മരണം മാത്രം മുസ്ലിമാകുമെന്ന് വിചാരിക്കേണ്ട ആരും. മുസ്ലിമായിട്ട് നടക്കാൻ പറ്റുമോ എങ്കിലേ മുസ്ലിമായിട്ട് മരിക്കാൻ പറ്റുള്ളൂ. അല്ല മരിക്കുമ്പോൾ മാത്രം ഒരു മുസ്ലിം ആകാൻ കഴിയില്ല, അങ്ങനെ ആരും വിചാരിക്കേണ്ട. അതിനെന്ത് വേണം? അള്ളാഹ് പറയാണ് വൈൻ തനാസൗത്തുഫി, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും റോട്ടുമേൽ. ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും പ്രമാണത്തിലേക്ക് അത് മടക്കണം. അത് മടക്കണമെങ്കിൽ അറിയണ്ടേ, മടക്കാൻ അറിയണ്ടേ. മടക്കാൻ അറിയണവനല്ലേ അത് പഠിക്കുള്ളൂ. അതിനെന്ത് ചെയ്യണം? അവിടേക്ക് കൊണ്ടുപോകണം. ഒരു കാര്യം കണ്ടാൽ ആ കാര്യം എന്താണെന്ന് ശരിക്കും ഇത് ഞാൻ പഠിക്കട്ടെ വിഷയം എന്ന് തീരുമാനിക്കണം. എന്നിട്ട് ഖുർആനിനും സുന്നത്തിനും മുന്നിൽ വെച്ച് അത് പഠിക്കാൻ ശ്രമിക്കണം. അത് റസൂലുള്ളാഹിയോടുള്ള ബാധ്യതയാണ്. ഫലാ വറബ്ബിക, അള്ളാനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂന, മുഅ്മിനാകൂല. അള്ളാഹ് പറയാ ഖുർആനിൽ ഒരാൾ മുഅ്മിനാകൂല ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമാ. ഒരു ദീനിൻ്റെ കാര്യത്തിൽ, അള്ളാഹുവിൻ്റെ റസൂലിനെ മതവിധി പറയുന്ന കാര്യത്തിൽ ആ റസൂലിനെ നിങ്ങൾ ഒന്നാം സ്ഥാനത്ത് നിർത്തുകയും ആ റസൂൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സമ്മതിച്ചനുസരിച്ച് ആ വിധിച്ച കാര്യത്തിൽ ഒരു മനപ്രയാസവും ഇല്ലാതെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത കാലത്തോളം നിങ്ങൾ ഒരാളും മുഅ്മിനാകൂല എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് പഠിക്കണം, മനസ്സിലാക്കണം. റസൂലുള്ളാഹിയോടുള്ള ബാധ്യതയാണ് മതവിധികൾ തേടുക, അത് കണ്ടെത്തുക. അത് കണ്ടെത്തിയാൽ അത്
പൂർണ്ണ തൃപ്തിയോടുകൂടി അനുസരിക്കാൻ തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് കലിമയുടെ രണ്ടാം ഭാഗം പൂർണ്ണമായി, കലിമത്ത് പൂർണ്ണമായി, ഷഹാദത്ത് പൂർണ്ണമായി മരണപ്പെട്ടു പോകുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികളായ ആളുകളുണ്ട്, പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്, അള്ളാഹു അവർക്ക് രോഗശമനം പ്രദാനം ചെയ്യട്ടെ, ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ സഹോദരന്മാരിൽ ചില ആളുകൾ പ്രയാസപ്പെടുന്നു. പല ആളുകളുടെയും ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ചില പ്രത്യേക പ്രവർത്തനങ്ങൾ കൊണ്ട് അവരുടെ ജോലിയും അവരുടെ കച്ചവടങ്ങളുമൊക്കെ മുടങ്ങി നിൽക്കുന്നൊരവസ്ഥയുണ്ട്. റഹ്മാനായ റബ്ബ് അതിലെല്ലാം അള്ളാഹു അവർക്ക് എളുപ്പം പ്രദാനം ചെയ്യുമാറാവട്ടെ. ശത്രുക്കളുടെ മുഴുവൻ കുതന്ത്രങ്ങളിൽ നിന്നും അള്ളാഹു അവർക്ക് മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സഹോദരിമാർ തുടങ്ങാനിരിക്കുന്ന ഒരു ചാരിറ്റി പ്രവർത്തനമുണ്ട്, സഹോദരിമാർക്കിടയിലേക്ക് വ്യാപിപ്പിക്കുന്ന. അതിലേക്ക് നമ്മളെല്ലാവരും മനസ്സറിഞ്ഞ് നമ്മുടെ സംഭാവനകൾ നൽകുകയും അതുമായി സഹകരിക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലും സഹായിക്കാനും സഹകരിക്കാനുമുള്ള ഈമാൻ നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനന്നാർ, അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ മിനന്നാർ, അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ വ മർളൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ റഹം മൗതാനാ വ മൗതൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. ربنا اللهم أحينا على الكتاب والسنة وأمتنا على الإيمان والتوبة. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.